നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്കിന്ന് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് അഖിൽ മാരാരുടെ കേസും അതുപോലെ തന്നെ ടി.ജി. മോഹൻദാസിന്റെ കേസും. പക്ഷേ എങ്കിലും പിണറായി വിജയൻ എന്തോ സംഭവിച്ചല്ലോ. പിണറായി വിജയന് രണ്ട് തരത്തിൽ സംഭവമുണ്ട്. ഒന്ന്, മകള് ഇഡിക്ക് മൊഴി കൊടുത്തു. എനിക്കൊന്നും അറിയില്ല. മൊഴി പുറത്തു വന്നു. മൊഴി പുറത്തു വന്നു. എനിക്കൊന്നും അറിയില്ല. അച്ഛനാണ് ഇതെല്ലാം അറിയാതെ. അച്ഛനെ അറിയാവൂ, എൻ്റെ അച്ഛനെ അറിയാവൂ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം ഏതാണ്ട് പിണറായിലേക്ക് ഏകദേശം ആയി കഴിഞ്ഞു. ഈ പിണറായിലേക്ക് എത്തുന്നു എന്ന് പറയുന്നല്ലാതെ എത്തുന്നില്ലല്ലോ. എത്തണമല്ലോ. ഇപ്പം മുമ്പേ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ രമേശ് പറയായിരുന്നു, ഈ പിണറായിയെ സംബന്ധിച്ച് അല്ലെ ഇ ഡിയുടെ വാർത്ത എന്തെങ്കിലും വരുന്നതിൻ്റെ പിറ്റേന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ 31-ാം തീയതി കമ്മിറ്റിയാണ്, അജണ്ട വെച്ചിരിക്കുകയാണ് കമ്മിറ്റിക്ക്, കോർപ്പറേഷൻ കൗൺസിൽ യോഗം. സുഗതൻ ജയിലിൽ കിടക്കുന്നതേ ഉള്ളൂ. അവധി കൊടുത്തു കാണും. സുഗതൻ അവധി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സുഗതനെ അവധി അപേക്ഷ പാസ്സാകണമെങ്കിൽ 51 പേരുടെ പിന്തുണ വേണം. സുഗതൻ ഇല്ലാത്തതുകൊണ്ട് 50 പേരല്ലേ ഉള്ളൂ. അപ്പം രമേശ് അങ്ങനെ വേണം, മേയറല്ലേ തീരുമാനിക്കണ്ടേ? അങ്ങനെയല്ല, കൗൺസിൽ തീരുമാനിക്കണം അവധി കൊടുക്കണോ വേണ്ട. ആണോ? എനിക്ക് പഞ്ചായത്തിൽ ഇപ്പൊ പഞ്ചായത്ത് ഇതുപോലെ ഓരോരുത്തർ ഗൾഫിലും വിദേശത്തും ഒക്കെ പോലോ ഇത്ര ദിവസത്തേക്ക്. അപ്പോൾ ആ അവധി കൊടുക്കേണ്ടത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഇത് പാസ്. വേറെ കാര്യം, ഏതെങ്കിലും ഒരാൾ വരായിരുന്നാൽ മതി. അതെ, ഒരാൾ വരായിരുന്ന രക്ഷപ്പെടും. ആരെങ്കിലും ഒരു കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ ഒരു വിമതനുണ്ട്, അയാൾ വരായിരുന്നാലേ ഇത് പാസ്സായി പോകും. അപ്പം അങ്ങനെ ഈ സുഗതന്റെ വിഷയം എപ്പോൾ വരുന്നോ അപ്പോഴല്ല ഈ ഇ ഡിയുടെ ഇത് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് ഇതിപ്പം വീണ വിജയന്റെ മൊഴിയാണ്, അല്ല അച്ഛനാ ചെയ്തത് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന മൊഴികൾ അത് മുഴുവൻ പുറത്തു വന്നായിരുന്നല്ലോ. അതെനിക്കൊന്ന് ഇ ഡി തന്നെയാണ് ഇത് പുറത്തു കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ അത് അവരുടെ ഒരു വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട്. എന്തോ ഒരു എതിർ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നുള്ളതായിരിക്കും. അതായത് വെറുതെ അല്ല ഞങ്ങൾ പിണറായിയെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലായിരിക്കണം ഇ ഡി മൊഴികൾ വെളിയിലേക്ക്. അതാവണം. കാരണം ഇപ്പം തന്നെ വേണ്ടത്ര തെളിവുകളായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്ത തന്നെ പറഞ്ഞു, ഇത് ഞാൻ സേവനം വാങ്ങിയിട്ടില്ല എന്നുള്ളത് കർത്ത തന്നെ പറയുന്നു. ഈ പിണറായിയുടെ സേവനത്തിന് വേണ്ടിയാണ് ഇത് കൊടുത്തത്, പിണറായിക്ക് വേണ്ടി ഞാൻ കൊടുത്തതാണെന്ന് കർത്ത പറയുന്നു. കർത്ത പറഞ്ഞു കഴിഞ്ഞാൽ വീണ വിജയൻ ഇത് ശരിവയ്ക്കുന്നു, ഇത് അങ്ങനെ തന്നെയാണ്, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. കാരണം ഈ കമ്പനിയില്ലല്ലോ. അപ്പോൾ വീണ്ടും ഒരു കമ്പനിയുടെ വെളി വന്നില്ല, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി വന്നു. പക്ഷെ അതിന്റെ അക്കൗണ്ടിൽ 16 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആരും അറിയത്തില്ല. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ നടന്ന റെയ്ഡ് ഉണ്ടായിരുന്നല്ലോ, ആ റെയ്ഡിലാണ് ഈ സാധനം പിടിച്ചത്. അപ്പോൾ അത് വളരെ ബുദ്ധിപരമായിരുന്നു. അതായത് ക്ലിഫ് ഹൗസിൽ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ പുതിയ വാടക വീട്ടിലേക്ക് ഇടുന്നു. ആ സമയത്താണ് വന്ന് കയറുന്നത്. ഇതൊന്നോട് തിരിച്ച് സോർട്ട് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു വീട് മാറുമ്പോൾ എല്ലാം കൂടെ ഓരോരുത്തരുടെ കൂട്ടിയിടും. ആ കൂട്ടിയിട്ട സമയത്ത് തന്നെയാണ് ഇവർ കയറിയത്. അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് വാസ്തവത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറുന്നതിന് മുമ്പ് AK സെന്ററിലേക്ക് പോയാൽ മതിയായിരുന്നു, പോകാമായിരുന്നു. പക്ഷേ ഇതെല്ലാം വാരിക്കൂട്ടി ഇങ്ങോട്ട് വന്നു. ഇവരൊന്ന് പടുക്കി എടുക്കുന്നതിന് മുമ്പ്, മുക്കുന്നതിന് മുമ്പ് ഈ സാധനം വന്നു. അതിന്റെ തൊട്ട് പുറകെ അവർ കയറി ലോക്കറും പരിശോധിച്ചു. ഇപ്പൊ ലോക്കർ പരിശോധിക്കാൻ നേരം നമ്മളൊക്കെ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എന്തിനാണ് ഇവർ ലോക്കർ നോക്കുന്നത്? പക്ഷെ അവർ ലോക്കറല്ല നോക്കിയത്. ഈ ലോക്കർ തുറക്കാൻ വന്ന സമയവും എന്നൊക്കെ വന്ന് തുറന്നിട്ടുണ്ടെന്നും ഏതൊക്കെ ദിവസം വന്നിട്ടുണ്ടെന്നും ആ ദിവസം ഇവരുമായിട്ടുണ്ടായ കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് അവർ നോക്കിയത്. ബാങ്കിന്റെ തെളിവെടുപ്പ്. അപ്പൊ എന്തോ ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം കൂട്ടിക്കെട്ടി തുന്നി കറക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇപ്പൊ തെളിവുകളെല്ലാം പിണറായി വിജയനെ പോലെ ഒരാൾക്ക് എതിരെ അന്വേഷണം നടക്കുമ്പോൾ ശക്തമായ തെളിവ് വേണ്ടി വരും. ഇതിനിടയിലാണ് കേന്ദ്ര കമ്മിറ്റി ചവിട്ട് കൊടുത്തത്. കേന്ദ്ര കമ്മിറ്റി ശരിക്കും കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനെ വെച്ച് തെരഞ്ഞെടുപ്പ് നേരിട്ടതാണ് പരാജയം. അതാണ് ഏറ്റവും പ്രധാനം. ഇത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പിണറായി ഒന്ന് മാറി നിൽക്കണം എന്നത് ഒരു പൊതുവികാരമായിരുന്നു. ആരുടെ? CPM ആയിരുന്നു. അപ്പം നേതാക്കന്മാരടക്കം പക്ഷേ പിണറായി കഴിഞ്ഞ 28 വർഷം, അതായത് 18 വർഷം പാർട്ടി സെക്രട്ടറിയായും 10 വർഷം മുഖ്യമന്ത്രിയായും ഇപ്പോൾ 28 വർഷം പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരുന്നു. ഹൈജാക്ക് ചെയ്യുന്ന പാർട്ടി മൊത്തത്തിൽ പാർട്ടി അടിച്ചു മാറ്റി. അപ്പൊ ഈ അടിച്ചു മാറ്റിയപ്പോൾ പുള്ളിയുടെ ക്രമണികളെയായിരുന്നു പുള്ളി സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റിയും വെച്ചിരുന്നത്. അപ്പൊ ഇതിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിച്ച പാർട്ടി പ്രവർത്തകരാണ് വോട്ട് ചെയ്തത്. അതാണ് സംഭവിച്ചത്. പക്ഷേ പിണറായി സമ്മതിക്കുന്നില്ലായിരുന്നു. പുള്ളി അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും വന്നിരുന്നത്. പക്ഷെ MA ബേബി ഇവിടെ കൃത്യമായി ഇടപെടൽ നടത്തി. കാരണം ബേബിക്കറിയാം, കാരണം ബേബിയാണല്ലോ ഏറ്റവും ഉയർന്ന പൊസിഷൻ. അതെ, പക്ഷെ ആ പൊസിഷനിൽ ഞാൻ ഉണ്ടെന്ന് തിരിച്ചറിയാൻ ബേബിക്ക് തെരഞ്ഞെടുപ്പ് തോൽവി വേണ്ടി വന്നു. അതുവരെ ഇയാൾ പിണറായി താഴെയാണെന്നാ വിചാരിച്ചത്. ഇത് അല്ലെങ്കിൽ തന്നെ ഈ CPM ആകപ്പാട് ഇവിടെ മാത്രമേ ഉള്ളായിരുന്നു. അത്രേ ഉള്ളൂ. ആ സ്ഥിതിക്ക് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് പിണറായിയുടെ കീഴിലുള്ള ഒരു സംവിധാനമായിരുന്നു. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് ബേബി തിരിച്ചറിഞ്ഞിടത്താണ് പിണറായിക്ക് പണി തുടങ്ങുന്നത്. അതായത് പാർട്ടിയാണ് സർക്കാരിനെ ഭരിക്കേണ്ടത്, ഇവിടെ നേരെ തിരിച്ചായിരുന്നു എന്നാണ് ഇവരുടെ കമ്മിറ്റിയുടെ എല്ലാ കാലത്തും അങ്ങനെ. അതായത് പാർട്ടിക്ക് ഒരു ഉപസമിതി ഉണ്ടാവും. ഈ ഉപസമിതിയോട് ആലോചിച്ചിട്ട് പോളിസി ഡിസിഷൻ എടുക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അതുപോലെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം അറിയിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഉപസമിതിയാണ്.
എവിടെയെങ്കിലും പന്തികേടുണ്ടോ ഉടൻ തന്നെ മുഖ്യമന്ത്രി വിളിപ്പിക്കും. ഇങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് VS എത്ര തവണ ഇവർ കെട്ടി വിളിപ്പിച്ചിരിക്കും. അത് അവിടെ കൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറി വെച്ചത് ബാലഗോപാലനെ. അതെ, അങ്ങനെ അനങ്ങാൻ സംഭവിച്ചു. VS എങ്ങോട്ട് ആഭ്യന്തരം കോടിയേരിക്ക് കൊടുത്തു. ആഭ്യന്തരം കോടിയേരിക്ക് കൊടുത്തു. ഇങ്ങേര് പോയി 3 കയ്യാറ്റ് ഒഴിപ്പിക്കാൻ നോക്കിയിട്ട് അത് അട്ടിമറിച്ചു. അതെല്ലാം ചെയ്തു. അങ്ങനെ ചലിക്കാൻ സമ്മതിച്ചില്ല. ശരിക്കും പിണറായി അന്ന് പാർട്ടി സെക്രട്ടറിയുടെ അന്ന് VS അച്യുതാനന്ദനെ മര്യാദയ്ക്ക് ഭരിക്കാൻ അനുവദിച്ചായിരുന്നെങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടി പോലും വരത്തില്ല, ആരും വരത്തില്ലായിരുന്നു. ഇവർക്ക് ഇപ്പോഴും സുഖമായിട്ട് ഭരിച്ചു പോയിരുന്നു. പിണറായി വരായിരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിനകത്ത് പറഞ്ഞുകൊണ്ട് വെക്കുന്നത് എന്താണ്? ഒന്ന്, ഈ പറയുന്ന ശൈലജയെ മാറ്റിയത്. ശൈലജ എന്തിന് മട്ടന്നൂരിൽ നിന്ന് മാറ്റിയെന്ന് മാത്രമല്ല, മാറ്റിയതിന് പിന്നാലെ ഇതിന്റെ ഒരു തിരിച്ചടി എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. അതായത് കേന്ദ്ര നേതൃത്വം അടക്കം ഇത് ചൂണ്ടിക്കാണിച്ചതാണ് ഇവരെ മാറ്റുന്നതിന്റെ തിരിച്ചടി. 54 സിറ്റിംഗ് MLA-മാരെ അവർ നിർത്തിയത് എല്ലാ മാനദണ്ഡങ്ങളും, അതായത് CPN മാനദണ്ഡങ്ങളുണ്ട്. ജയസാധ്യത മാത്രം വെച്ച് 54 നിർത്തി. ഇവർക്ക് മാത്രം ജയസാധ്യത ഇല്ലാത്തതുകൊണ്ടാണോ മാറ്റിയത്? അല്ല, അവരെ പണിഞ്ഞതാ. കാരണം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം സത്യത്തിൽ ഇവര് ശൈലജയെ വെച്ചിട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടത്. ഒരുപക്ഷെ വളരെ മെച്ചപ്പെട്ടു. ഉറപ്പായിട്ടും വരത്തില്ല, അത്രമാത്രം ജനം മറുത്തു. അത് ഇതിൽ കൂടുതൽ സീറ്റ് കിട്ടി. ഉറപ്പല്ലേ? ഒരു 10-15 സീറ്റ് കൂടെ കിട്ടിയ ഉറപ്പല്ല. അത് മാത്രമല്ല, കണ്ണൂർ ഇത്രയും ഉണ്ടാവത്തില്ല, ഇത്രയും വരത്തില്ല. ഇതിനിടയ്ക്ക് തോമസ് ഐസക് ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ഇത് പാർട്ടി മറ്റേ ധനരാജ് രക്തസാക്ഷി ഫണ്ട്, ഈ രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച കണക്ക് എന്തുകൊണ്ട് പൊതുജന സമക്ഷം കൊടുത്തില്ല? ഇതുവരെ കൊടുത്തിട്ടില്ല. അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇത് നമ്മുടെ പാർട്ടിയുടെ ഇതിൽ വരേണ്ടതാണ്. ഇനി അങ്ങനൊരു സംഭവം ഒരു പാർട്ടി സഖാക്കൾ ആവശ്യപ്പെട്ടാൽ അതങ്ങ് കൊടുത്തേര്, എന്തിനാണ് അത് പിടിച്ചു വെക്കാൻ പോയെ എന്ന് ചോദിച്ചു. അതുകൊണ്ടല്ലേ ഇത്ര വലിയ തിരിച്ചടി. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇത് അടിച്ചു മാറ്റി വെച്ചിരിക്കുകയല്ലേ. അയാൾക്ക് സീറ്റ് കൊടുത്തു. അത് ഈ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ കേന്ദ്ര കമ്മിറ്റി കൃത്യമായിട്ട് ഉണ്ട്. അതില് പറഞ്ഞ മറ്റൊന്ന്, ഈ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ശബരിമലയിൽ വായിച്ചത്, അത് വായിച്ചതാരാണ്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇത് വായിക്കുന്നത്. ഏറ്റവും വലിയൊരു ശിവൻകുട്ടി അല്ല, വാസവനാണ് വായിക്കുന്നത്. ഇത് ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുകയും അയാളുടെ ഭയഭക്തി ബഹുമാനത്തോടെ അയാളുടെ സന്ദേശം വളരെ അഭിമാനപൂർവ്വം വായിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് എന്ത് സന്ദേശമാണ് കൊടുത്തത്? ഈ മധുസൂദനനെ പയ്യൂരിൽ മത്സരിപ്പിക്കുകയോ ഇത്രയും വിവാദങ്ങളുണ്ട് മത്സരിപ്പിച്ച അഹങ്കാരത്തോ പോലെ തന്നെയായിരുന്നു ശ്യാമളയെ കൊണ്ടുവന്ന് താല്പര്യം. അതെ, അത് അതിനകത്ത് പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഇത് നേരത്തെ ഈ അപകടം മുൻകൂട്ടി കണ്ടതാണ്, എന്നാൽ അത് തിരുത്താൻ തയ്യാറായില്ല. പിണറായിയുടെ വിചാരം എന്താണ്? എന്റെ മുഖം വന്നു കഴിഞ്ഞാൽ ജയിച്ചു. നിങ്ങൾ തന്നെ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് പരിചയമുള്ള ഒരു അച്ഛനോട് വിളിച്ച് പറഞ്ഞു ഉറപ്പായിട്ടും ഭരിക്കും വരും എന്ന് പറഞ്ഞു. അടുത്ത തവണ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വരും. സത്യപ്രതിജ്ഞയ്ക്കുള്ള വന്തലിടുന്നു എന്ന് പറഞ്ഞത് ശരിയാണെന്നാ പറയുന്നത്. അദ്ദേഹം ഉറപ്പിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. ഇന്ന ദിവസം എന്റെ സത്യപ്രതിജ്ഞ ഇവിടെ കാണണം, വേറെങ്ങും പോയേക്കരുത്, നിങ്ങൾ വിദേശത്ത് സ്ഥിരമായിട്ട് പോകുന്ന ആളാ, വിദേശത്ത് പോയി അപ്പൊ എന്തൊരു ആത്മവിശ്വാസം. അതുകൊണ്ടാണല്ലോ അത് പത്രസമ്മേളനം നടത്തിയിരുന്നത് 10 മണിക്ക് തെരഞ്ഞെടുപ്പിന്റെ അന്ന്. എനിക്ക് അവിടെയാണ് ഈ വിജയൻ സാറിനോടുള്ള സ്നേഹം. പി വിജയൻ പുള്ളി ഇന്റലിജൻസ് ബ്യൂറോയുടെ മേധാവി എന്ന നിലയിൽ തികഞ്ഞ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ടേയിരുന്നു, ബൂസ്റ്റ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, കോട്ടയത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്ത ഓഫീസർ എനിക്ക് പരിചയമുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ DYSP എന്നെ വിളി സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, വാസം അയ്യോ അങ്ങനൊന്നും പറയരുത്, തൂക്കൂന്ന് പറഞ്ഞാൽ നമ്മൾ ജയിക്കുമെന്നേ കൊടുക്കുള്ളൂ, അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. അല്ല, ഇത് ഇങ്ങനെ തേരെ കയറ്റി ഇവർ സത്യത്തിൽ ഇവരെല്ലാം കൂടെ പണിഞ്ഞു ഇങ്ങനെ വലിയ സ്വപ്ന ഗോപുരത്തിന് മുകളിൽ എത്തിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. 5 കൊല്ലം കൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നില്ലല്ലോ. ഇല്ല, ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നില്ല. അപ്പൊ അയാൾ കരുതിയിരുന്ന അയാൾ ഭയങ്കര മഹാനാണ്. എന്തായാലും പിണറായി വിജയൻ എന്ന് പറയുന്ന സർവാധികാരിയുടെ ഒരു വീഴ്ച ഇപ്പോഴാണ് നമുക്കൊന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത്. അതായത് ഇതിനു മുമ്പ് വീണിട്ടും വീഴ്ച സമ്മതിക്കാതെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുമായിരുന്നു. അതെ, പാർട്ടി സെക്രട്ടേറിയറ്റിൽ പുള്ളിക്കെതിരെ സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പുള്ളി എന്ന് പറയുന്ന ന്യായങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇത് വന്നില്ലേ, നമ്മുടെ EDയുടെ മൊഴി പുറത്തു വന്നില്ലേ? അപ്പോൾ അദ്ദേഹം ഉപമിക്കുന്നത് കേട്ടോ, PK ശ്രീമതിക്കെതിരെ വന്ന വ്യാജ വാർത്ത നിങ്ങൾ കണ്ടില്ലേ, അതുപോലെയാണ് ഇതുവെന്നാ പറയുന്നത്. അതുപോലെ തന്നെയാണ് പുള്ളി മറ്റേ കമല ഇന്റർനാഷണൽ എന്താണെന്ന് ചോദിക്കും, മറുചോദ്യമാണ്. ഓർക്കണം, അന്വേഷണ ഏജൻസി കമല ഇന്റർനാഷണൽ ക്രൈം നടന്നുപോകാൻ ഒരു ആരോപണമായിരുന്നു. ഇത് CBI അല്ല, ED കണ്ടെത്തി പുതിയ കമ്പനി അത് ബാങ്ക് അക്കൗണ്ട് മരൂപിച്ചിട്ട് കമല ഇന്റർനാഷണൽ. അപ്പൊ എന്തായാലും ഇവിടെ MA ബേബിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വളരെ കൃത്യമായിട്ടാണ് EDയുടെ കേസിൽ പ്രതിയാകും തിരിച്ചറിഞ്ഞു തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം രംഗത്തിറങ്ങിയത്. അതെ, മനസ്സിലായി. ഒഴിവാക്കണം, ഇയാളുടെ ശക്തി ദൗർബല്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഇയാളുടെ ശക്തി ചോർന്നുപോയി. അയാളുടെ ബോഡി ലാംഗ്വേജിലുണ്ട് അയാളുടെ തോൽവി. എന്തൊരു ഭീകര നോട്ടം! അയാളെ കാറിലിരിക്കുന്ന ഒരു ചിത്രം കഴിഞ്ഞു ഞാൻ എന്റെ ഫേസ്ബുക്കിൽ
അത് ഇച്ചിരി കലർത്തിയതാ ചിത്രം. ആണോ? കാണുമ്പോ അറിയാം, അപ്പൊ പടം കാണുമ്പോ നമുക്ക് അറിയാം. എങ്കിൽ പോലും അങ്ങനെയൊക്കെ തന്നെ എന്തൊരു ലുക്കാന്ന് നോക്കിയാൽ നമുക്കൊരു ഭയം തോന്നൂല്ലേ? ഉണ്ട്. അല്ലെങ്കിൽ തന്നെ പൈശാചിക ഫീലാണ്. ഈ ഒരു മുഖഭാവം വെച്ചാണ് ഇയാൾ എല്ലാവരും വിരട്ടിക്കൊണ്ടിരുന്നത്. ഈ നേരത്തെയുടെ പരിപാടി എന്താണ്? ഇത് തന്നെയാണ്. ഇയാൾക്ക് ഇത് മാത്രമേ അറിയൂ. ഇയാൾക്ക് പരിക്കറിഞ്ഞുകൂടല്ലോ. ഇയാൾക്ക് മുഖം നോക്കി ഇങ്ങനെ പേടിപ്പിക്കാൻ മാത്രമല്ലേ അറിയൂ. പിന്നെ കോടിയേരി ബാലകൃഷ്ണനൊക്കെ അങ്ങനെയല്ലോ വിരട്ടി പുള്ളി കൂട്ടത്തിൽ കൊണ്ട് നിർത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും അനിവാര്യമായ ഒരു പതനം തന്നെയാണ്. അതിന് ചില ഗുണങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ എന്നോട് ജാസ്മിൻ ഷാ ഒരിക്കൽ പറഞ്ഞു, ഈ നേഴ്സുമാരുടെ സമരം നടക്കുമ്പോൾ ചർച്ച, പിണറായിയുടെ ചർച്ചയാന്ന് ഒരു ദിവസം എതിർപക്ഷത്തിരിക്കുന്നവരെ നോക്കി, അതായത് ഈ ആശുപത്രി മുതലാളിമാരെ എന്തോ ബഹളം വെച്ചിട്ട് ഞങ്ങൾ ബഹിഷ്കരിക്കാന്ന് പറഞ്ഞു. പിണറായി പറഞ്ഞു, ബഹിഷ്കരിച്ച പിന്നെ നിങ്ങൾ മറ്റേ ആശുപത്രി നടത്തത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവരവിടെ ഇരുന്നത് പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുമ്പോൾ ബഹിഷ്കരിച്ചാൽ പോകുന്ന നിങ്ങൾ ആശുപത്രി നടത്തിയിട്ടുണ്ട്. അപ്പൊ അവരവിടെ ഇരുന്നെന്ന് പറഞ്ഞു. ആ സമയം ഇപ്പൊ ഈ ചർച്ചയൊക്കെ നടന്നപ്പോ അവരാണ് മാനേജ്മെന്റ് പ്രതികളാണ് ബഹളം വെക്കുന്നത്. സർക്കാർ മിണ്ടത്തില്ലോ, മുഖ്യമന്ത്രി മന്ത്രി മിണ്ടത്തില്ല. അതാണ് അങ്ങനെ ഉണ്ട് ചില വ്യത്യാസങ്ങള്. എനിവേ, പിണറായിയുടെ ഒരു നാശം ആഗ്രഹിച്ചിരുന്ന സഖാക്കളെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്തയാണ്. CPM-നെ രക്ഷപ്പെടുന്നതിന്റെ ലക്ഷണം ഇപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത്. ഇങ്ങനെ പോയില്ലെങ്കിൽ ഇത് തീർന്നു പോയി. ഇവിടെ ഇപ്പൊ ഇതൊരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പൊ CPM. ഇനിയിപ്പോ ED കേസോട് വരുമ്പോൾ ഡെഫിനറ്റ്ലി അയാളെ മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് സൂചന. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ വിഷയത്തിലേക്ക് കിടക്കാം. TG മോഹൻദാസിന് സംഭവിച്ചു, അത് ശ്രദ്ധിച്ചു? അതെങ്ങനെ? TG മോഹൻദാസിന് അദ്ദേഹം ആ പറഞ്ഞതിനകത്ത് വളച്ചൊടിച്ചതായിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞാനത് കേട്ടിട്ട് കുറച്ച് കുഴപ്പം പിടിച്ച സംഭവം തന്നെയാണ്. ഞാനത് കേട്ടു, അതിനകത്തുള്ള നിയമപരമായി അതിൻ്റെ അകത്തൊരു കുഴപ്പമില്ല. കാരണം TG മോഹൻദാസ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഞാൻ ആ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അത് അയാൾക്ക് പറയാൻ അവകാശമുണ്ട്. അല്ലാതെ ഇവരെ വെടിവെച്ച് കൊല്ലൂ, ശവം പറക്കുന്നു നല്ല പുള്ളി പറഞ്ഞു. പറഞ്ഞത് വൃത്തികേടാണ്. ഒരിക്കലും പുള്ളി ആ കസേരയെ ഒരിക്കലും ഇരിക്കത്തില്ലെന്ന് പുള്ളിക്ക് ഉറപ്പുള്ള പുള്ളിയുടെ ഒരു മനോഭാവം പുള്ളിയുടെ മനോഭാവം ശരിയല്ല, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. പുള്ളി പറഞ്ഞത് അങ്ങേയറ്റം മോശമായ കാര്യമാണ്. കാരണം പുള്ളി പറഞ്ഞത്, ഒന്ന് ഞാൻ 3 തവണ വാണിംഗ് കൊടുക്കും, എന്നിട്ട് വെടിവെക്കും, കുറച്ചുപേർ മരിക്കും, കുറച്ചുപേർക്ക് അംഗഭംഗം എല്ലാവരും പിറക്കി ഞാൻ മോർച്ചറിയിലാക്കും. ഇതൊക്കെ പറഞ്ഞത് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം ബോധ്യപ്പെടും. പക്ഷേ അതിന് പേരിൽ നിയമപരമായി നടപടി എടുക്കാൻ പറ്റുമോ എന്നുള്ള പ്രശ്നമുണ്ട്. അതെങ്ങനെ നിയമപരമായിട്ട് എങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാ പറയുന്നത്. അതെ, പോസിബിലിറ്റിയേ ഉള്ളൂ. അല്ലാതെ ഇതെങ്ങനെ ആവുന്നത്? അതായത് TG മോഹൻദാസ് പറയാണ്, പോലീസെ നിങ്ങളൊന്നും നോക്കണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ വെടിവെച്ചോളൂ, അവരെല്ലാം കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രൈമാണ്. കാരണം പോലീസിനെ അവർ കലാപത്തിന് പ്രേരിപ്പിക്കുകയാണ്, അല്ല ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുകയാണ്. ഇനി പോലീസുകാർ ചെയ്യുന്നില്ലേ, നാട്ടുകാരെ നമ്മൾ RSSകാർ ചെയ്യുമെന്ന് പറഞ്ഞാലും കലാപമാണ്. പക്ഷെ ഞാൻ ആ കസേരയിലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് പേര് നിയമപരമായി നിലനിൽക്കുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? അത് ധാർമ്മികതയുടെ ഒരു വിഷയമുണ്ട്. എങ്ങനെയാണെങ്കിൽ ചിന്തിക്കാം, അല്ല മനുഷ്യന്റെ ഉള്ളിൽ എത്രത്തോളം വിഷമുണ്ടെന്നുള്ളത്. ഒന്നത്. 2, ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ ഒട്ടും ബഹുമാനമില്ലാന്നല്ല തെളിയിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥ മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ഒരു ഇതെന്താണ്, ശരിക്കും പറഞ്ഞാൽ ഒരു മതേതര രാഷ്ട്രം. അതിനേക്കാൾ ഉപരി പല വിധത്തിലുള്ള ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് ഒരാളുടെയും കുത്തകയല്ല. ഇപ്പൊ മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും എല്ലാവർക്കും ഇവിടെ തുല്യ അവകാശം. പക്ഷേ ഇദ്ദേഹമൊക്കെ ഞങ്ങൾ മേളിൽ കയറി ഇരുന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് അവകാശം കൂടുതലാണ് എന്ന് വിചാരിച്ച് ഞങ്ങളാണ് ഇവിടുത്തെ ഒറിജിനൽ. എന്താണ് ഇപ്പൊ പറയുന്നത്? ഇവിടെ ഈ വന്നിരിക്കുന്ന ഇപ്പം മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എല്ലാം ഈ ശാഖകളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ആൾക്കാർ. ഇവരുടെയൊക്കെ വേര് ചകഞ്ഞു പോയാൽ എല്ലാം ഒരു ഹിന്ദു ഫാമിലി ആയിരിക്കും, യാതൊരു സംശയമില്ല. അത് പിന്നെ കാലാകാലങ്ങളിൽ മാറിയിരിക്കുന്നു. പിന്നെ അധിനിവേശ മതങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ. പക്ഷെ ഇദ്ദേഹം പറയുന്നത്, ഞാൻ ചോദിക്കുന്നത്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അദ്ദേഹത്തിന് അറിയില്ല. ഇത് അദ്ദേഹത്തിന്റെ ചിന്താഗതിയെ സ്വാധീനിച്ചിട്ടൊന്ന് ഭയം എനിക്കുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് ആർക്കും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും കഴിയും. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഖുറാനോ ബൈബിളോ ഒക്കെ കത്തിക്കാം, അതൊന്നും കേസില്ല. കാരണം അത് അവന്റെ അവകാശമാണ്. അത് പോലീസ് കാവലിൽ നിന്ന് അവരെ കൊണ്ട് കത്തിക്കും. ഞാനിപ്പം ഈ ഡെൻമാർക്കിലൊക്കെ സ്ഥിരം ഉണ്ടാകുന്ന പ്രശ്നമാണ്, ഖുറാൻ കത്തിക്കും, ഉടനെ കുറെ പേര് ബഹളം ഉണ്ടാക്കാൻ വരും, ആ കേസെടുക്കും. പക്ഷേ കോടതി പറയും അത് അവരുടെ മൗലികാവകാശമാണ്. അപ്പം അത്രയും ഉയർന്ന നിലയിലേക്ക് നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മുടെ മതത്തെ വിശ്വസിക്കാം, അപര മതത്തെ നിന്ദിക്കരുത് നമ്മുടെ നിയമം. അപ്പം ഇവിടെ പ്രധാനമന്ത്രിക്കെതിരെ പ്രതികരിക്കാനുള്ള റൈറ്റ് ഇല്ല എന്ന് പറയുന്നത് അനുചിതമാണ്. പ്രധാനമന്ത്രിക്ക് പ്രതികരിക്കാം, ഏത് നിലപാടും എടുക്കാം. ഈ പ്രതിഷേധത്തിൽ ദേശവിരുദ്ധ ശക്തികളുണ്ടെങ്കിൽ, ഇപ്പം എന്നോട് ഒരുപാട് പറഞ്ഞു ഇവരെ ആര് ഫണ്ട് ചെയ്യുന്നു, വിദേശ ശക്തികളുണ്ട്. ഈ വിദേശ ശക്തികൾ ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെ പരാജയമാണ്? സർക്കാരിന്റെ പരാജയം. ദേശവിരുദ്ധ ശക്തികൾ ഇടപെടുന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ പരാജയമല്ലേ?
അല്ല ഇത് ഫണ്ട് ചെയ്യാതിരിക്കാനാണല്ലോ ഇവിടുത്തെ ഫണ്ട് വരവ് മുഴുവൻ തടഞ്ഞില്ലേ. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു ഇരയാണ് ഞാൻ. അതായത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കവിടെ ഉണ്ട്. നമ്മൾ അവിടെ മലയാളികളാണ് ഫണ്ട് തരുന്നത്, വേറെ ആരും മേടിക്കുന്നില്ല. പക്ഷെ ബ്രിട്ടൻ രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. ഈ കാശ് നമ്മൾ ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വീട് വെക്കാൻ കൊടുക്കുക. അപ്പം ഞങ്ങൾ ഒരു വർഷം 25,000 രൂപ വെച്ച് 200 പേർക്ക് നേഴ്സിംഗ് പഠിക്കാൻ കൊടുക്കുമായിരുന്നു, കൊടുത്തുകൊണ്ടിരുന്ന സ്ഥിരമായിട്ട്. അന്നെന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഇപ്പം വിശാഖനാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ പഠിക്കാനായിട്ട് കുറിച്ച് വിശാഖനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നു, പാവപ്പെട്ടവനാണ്. നമ്മൾ 50,000 രൂപയുടെ ചെക്ക് അങ്ങ് തരുന്നു, ഏത് അവിടുത്തെ ചെക്ക്. വിശാഖന് ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പം അതിന് നിബന്ധനയൊന്നുമില്ല, 2 ആഴ്ച കഴിയുമ്പോൾ പൈസ വരും. അത് FCR വേണ്ടത് ആർക്കാണ്? സംഘടനകൾക്ക്, വ്യക്തികൾക്ക് ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ ഇവർ വന്നതിന് ശേഷം ഫോറിൻ ചെക്ക് മാറണമെന്നുണ്ടെങ്കിൽ അത് FCR ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. എങ്ങനെ വ്യക്തിക്ക് FCR എടുക്കാൻ പറ്റുന്നത്? അത് നടക്കുകയല്ല. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നതാണ്, ഞങ്ങളുടെ ചാരിറ്റിയോടെ പ്രവർത്തിക്കുന്ന ഫണ്ട് മേടിക്കും. ഏതെങ്കിലും ഒരു മലയാളിയോട് മരിച്ചു പോയാൽ അവരുടെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്നുള്ള എല്ലാ പണ്ടും നമ്മൾ കൊടുത്തോണ്ടിരുന്ന അതിനൊരു 5 ലക്ഷം രൂപയുടെ ചിലവേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അവരുടെ കുടുംബത്തിന് ബാക്കി കാശ് കൊടുക്കും. അപ്പൊ ഒരു ഭാര്യ മരിച്ചു പോയാൽ ഭർത്താവിന്റെ മക്കളുടെ പരിപാടി ഉണ്ട്, നമ്മൾ ഈ 10-25 ലക്ഷം രൂപ കൊടുക്കും. കാരണം ഇവിടെ പാവപ്പെട്ട കൂടെ അങ്ങനെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്ന നിയമമുള്ളിടത്ത് ഒരു രാജ്യത്തിനെതിരെ പ്രക്ഷോഭം നടത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പാറ്റകൾക്ക് വിദേശ ഫണ്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ സർക്കാർ പരാജയമാണെന്നല്ലേ. സർക്കാരല്ലല്ലോ ഇത് പറഞ്ഞത്, ഇവിടെയുള്ള ഈ സംഘിക്കൂട്ടങ്ങളല്ലേ പറയുന്നത്, നവമാധ്യമങ്ങളിൽ ഇരിക്കുന്നതാണ്. കാരണം അവിടുത്തെ ഈ സമരം ഇത്രയും കലിപ്പാകാൻ കാരണം ഈ ഒരു പ്രചാരണവും ആ പോലീസ് പ്രയോഗം കൊണ്ട്. അല്ലെ ഇത് ആരും അറിയത്തില്ല. പെല്ലറ്റ് ഭയങ്കര കേട്ടോ, അത് ഭയങ്കര അന്യായം. അത് ബീഹാറിൽ AK-47 ഉപയോഗിച്ചത് കടുത്ത മനുഷ്യാവകാശ ധ്വംസനമാണ് ഉണ്ടായിരിക്കുന്നത്. പെല്ലറ്റ് എന്ന് പറയുന്ന സാധനം മാരകമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഇന്ന് മനോരമ അതേക്കുറിച്ച് വലിയ ഫീച്ചർ ചെയ്തിട്ടുണ്ട്, കണ്ടായിരുന്നു? അത് ഈ സാധനം തറച്ചേറിയ മരണം വരെ സംഭവിക്കും. ആലോചിച്ച് നോക്കി, കണ്ണിന്റെ കാഴ്ചയാണ് ഏറ്റവും കൂടുതൽ സമരക്കാർക്ക്. അങ്ങനെ കൊച്ചാശുപത്രിയിലായത്. അതെ, ഇതിന്റെ മുട്ടിനടിയിലേക്ക് വെടിവെക്കാവൂ. ഇത് തറഞ്ഞു കയറിയാൽ ഇത് ഊരിയെടുക്കാൻ പാടാണ്, ഇതെല്ലാം എടുക്കാൻ പറ്റത്തില്ല. നെഞ്ചത്തൊക്കെ കടിച്ചാൽ മരണം ഉറപ്പാണ്. അങ്ങനത്തെ ഇത് ലോകമാണ് ഈ സാധനം. അപ്പം ഇത്തരത്തിൽ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹം ഇതൊന്നും മനസ്സിലാക്കാതെ അവരെ വെടിവെച്ച് കൊണ്ടുവന്ന ആറ്റിറ്റ്യൂഡ് നമ്മൾ അങ്ങേറ്റം. അതെന്താണെന്നറിയാം, നിരന്തരമായിട്ട് ഈ ചാനലുകളിൽ വന്നിരുന്ന ഈ വർഗീയത തന്നെ പറഞ്ഞ് അയാൾ തന്നെ വേറൊരു തലത്തിലേക്ക് ആയിപ്പോയി. അതാണ് പ്രശ്നം. എന്നിട്ട് ഈ സ്വയം പൊട്ടിത്തെറിക്കുകയാണ് പുള്ളി. ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ച് ഉരുക്കി. എനിക്ക് അദ്ദേഹത്തോട് ഒരു ഇഷ്ടമുള്ള ആളാണ് മറ്റുള്ളവർ വെച്ച്, മറ്റൊന്നും കൊണ്ടുമല്ല. ഇദ്ദേഹം ബേസിക്കലി RSS കാരനൊന്നും അല്ല. അദ്ദേഹം ഒരു ഹിന്ദുത്വവാദിയാണ്. വർഗീയത കുറച്ചാവുന്നതാണ്, പക്ഷെ അദ്ദേഹത്തിന് നല്ല ഐഡിയ ഉണ്ട്. ഈ ടി.ജി. മോഹൻദാസിന് വലതുപക്ഷ ഹിന്ദുത്വ ആശയത്തെ കുറിച്ച് നല്ല ധാരണയുള്ള ഹിന്ദുക്കൾക്കിടെ പറയാൻ കൊള്ളാം, പുറത്തിറങ്ങി പറയാൻ കൊള്ളുകയില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയും. നമ്മുടെ അർത്തുങ്കൽ പള്ളി പൊളിക്കണം എന്നാണ് പുള്ളിയുടെ നിലപാട്. അതൊരു പഴയ ക്ഷേത്രമായിരുന്നു, അത് പൊളിക്കണം. മദർ തെരേസ മറ്റേ വിദേശ മതപരിവർത്തനത്തിന് വേണ്ടി വന്നിരിക്കുന്ന ആളാണെന്നാണ് വിചാരിക്കുന്നത്. ശബരിമല യുവതികൾ കയറണമെന്നാണ് അയാളുടെ നിലപാട്. വളരെ വിചിത്രമാണ് ഇതെന്ന്. വിഴിഞ്ഞം പദ്ധതി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലെന്നാണ് അയാളുടെ പദ്ധതി. അപ്പം വളരെ വിചിത്രമായ പല നിലപാടും അദ്ദേഹത്തിനുണ്ട്. എനിക്ക് അദ്ദേഹമായിട്ട് ഞാനൊന്ന് ഉടക്കിയത് ഒരിക്കൽ മാത്രമല്ല, എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട്. അതെന്താ വെച്ചാൽ എംബാപ്പെ കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്ത് എംബാപ്പയെ കണ്ടപ്പോൾ അയാൾ പോസ്റ്റ് ഇട്ടതാണ് ഈ ടി.ജി. മോഹൻദാസ്. ഞാൻ ഓർത്തി ഫ്രഞ്ചുകാരെല്ലാം നല്ല വെളുത്ത് തൊടുത്ത് സായിപ്പായിരിക്കുന്നത്. ഇയാളെ കണ്ട രാത്രിയിലെങ്ങാനും കണ്ട പേടിച്ച് ബോധപാടുന്നോർത്ത് പേടിക്കുമല്ലോ. ആലോചിച്ച് നോക്കി, ഭയങ്കര വംശീയ. ഈ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറയാം, സായിപ്പിന്റെ വംശീയത നമുക്ക് ഇവിടെ ജാതിയില്ലേ, ഇവിടുത്തെ ജാതിയാണ് അവിടുത്തെ വംശീയത. ഇത് രണ്ടും ഒന്നാണ്. അപ്പം യഥാർത്ഥത്തിൽ ജാതീയമായ ഒരു മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതിന്റെ ഒരു ആവർത്തനം ആയിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. എന്തായാലും എങ്ങനെയാണെങ്കിൽ മനുഷ്യർ ഇങ്ങനെ സംസാരിക്കുന്നതിന് പിടികിട്ടുന്നത്, അതും അത്യാവശ്യം കാര്യവിവരമുള്ള മനുഷ്യനാണ്. ഞാൻ പറഞ്ഞത് RV ബാബു പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, അതെ, അല്ലെ ശശികല പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാലും ശശികല പറഞ്ഞാൽ പോലും ഇത്രയൊന്നും കടുപ്പിച്ച് പറയുമെന്ന് എനിക്ക് തോന്നില്ല. ഇത് ഒരു വല്ലാത്ത ശശികലയ്ക്ക് അതിനെല്ലാം ന്യായീകരണം ഉണ്ടല്ലോ, പറയുന്നതിനെല്ലാം ന്യായീകരണമുണ്ട്. പക്ഷെ എന്തായാലും ടി.ജി. മോഹൻദാസ് അദ്ദേഹത്തിന് ഒരു മതിപ്പ് ഈ വലത് രാഷ്ട്രീയക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു, സാധാരണ മനുഷ്യർക്ക്, BJP-ക്കാരുടെ ഇടയിലും ഉണ്ടായിരുന്നു. BJP അതുപോലും അവസാനം ഇദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടി വന്നില്ല. RSS തള്ളി പറഞ്ഞു. RSS പറയാം, ഇയാൾ RSS-കാരനല്ലല്ലോ, RSS-കാരനല്ല. പിന്നെ എനിക്കൊന്ന് ജന്മഭൂമിയുടെ ജനറൽ മാനേജറായിരുന്നു കുറച്ചു കാലം. ആ ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ ജനൻ TV-യിൽ അദ്ദേഹം ഒരു പൊളിച്ചെഴുത്ത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നല്ല പരിപാടികളാണ്. അല്ല, അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രഭാഷണം നടത്തുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഇത്രയും ഭീകരമായിട്ട് പറയുമ്പോഴാണ് പ്രശ്നം. പക്ഷെ ഇത് വളച്ചൊടിച്ചെന്നാണ് എല്ലാവരും പറയുന്നത്. വളച്ചൊടിച്ചതല്ല, ഉള്ളതാണ്. പക്ഷെ നിയമപരമായി അത് നിലനിൽക്കാൻ സാധ്യത. എന്തായാലും ടി.ജി. മോഹൻദാസ് ഈ
ഈ പ്രായത്തിൽ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊരു പേരുദോഷം കേൾപ്പിച്ചതെന്നുള്ള സംശയത്തോട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. അഖിൽ മാരാരുടെ പൊട്ടിത്തെറിയാണ്. അഖിൽ മാരാരെ സത്യത്തിൽ കോൺഗ്രസ്സുകാരനല്ല. അഖിൽ മാരാര് ആദ്യം അത് ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാർ ഒരു മിടുക്കനാണ്, ഒരു ബഹുമുഖ പ്രതിഭയാണ്. ഈ അഖിൽ മാരാർ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ട് ഒരാളാണ്. ഈ അഖിൽ മാരാർ ഈ പ്രസിദ്ധനാവുന്നതിന് മുമ്പ് ഇപ്പോഴേ ഈ ബിഗ് ബോസിലൊക്കെ വന്നിട്ട് പ്രസിദ്ധനാവുന്നു, സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അല്ല, അതിനൊക്കെ മുമ്പ് അദ്ദേഹം ഈ സിനിമയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കാലത്ത് ഇദ്ദേഹം ആദ്യം നമ്മുടെ അടുത്ത് വന്നിരുന്നു. നമ്മുടെ അടുത്ത് വന്ന് എന്തിനാ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അഭിമുഖം കാര്യം ഇദ്ദേഹം ആദ്യം യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. എന്നിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് അവിടെ ആളെ സംഘടിപ്പിച്ചു. ഈ CPM-ന്റെ ഓഫീസിൽ കയറി തല്ലി, അങ്ങനെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇയാളുടെ മേൽ വധശ്രമത്തിന് കേസെടുക്കുന്നു, തിരിച്ച് ഇയാളെ തല്ലുന്നു, പാർട്ടിക്കാരെല്ലാം ഓടി രക്ഷപ്പെടുന്നു. ഇയാൾ കുറച്ചാലും രക്ഷപ്പെടാൻ BJP ചെന്നു. അവിടെ നിന്നൊക്കെ വിട്ടിട്ട് നിൽക്കുന്ന ആ സമയത്ത് ആ പോലീസ് പീഡനത്തെക്കുറിച്ച് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നത്. ഇതൊക്കെ കഴിഞ്ഞ ആളായി ഒരു സിനിമ തട്ടിക്കുട്ടി ഉണ്ടാക്കി, ഒരു താത്വികല. അത്ര രസകരമായ സിനിമയൊന്നുമല്ല, പക്ഷെ പുള്ളി കോൺഗ്രസിനെയും CPM-നെയും എല്ലാം കളിയാക്കൊണ്ട് സിനിമയായിരുന്നു. സിനിമ വിജയിച്ചൊന്നുമില്ല. പക്ഷെ ഈ സിനിമാ സംവിധായകൻ എന്ന നിലയിൽ ഇയാൾ നന്നായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഈ ഫേസ്ബുക്കിൽ ഇയാൾ നിരന്തരമായി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സിനിമാ സംവിധാനം ഇയാൾക്ക് ഭയങ്കര ഡിമാൻഡായി. ചാനൽ ചർച്ച വന്നു. ഈ ചാനൽ ചർച്ച തുടർച്ചയായിട്ട് ഇയാളെ ബിഗ് ബോസ് വിളിക്കുന്നു. അപ്പൊ കൃത്യം ഇതൊരു ഗെയിമാണല്ലോ ബിഗ് ബോസ്. കൃത്യം പ്ലാൻ ചെയ്ത് അയാൾ പോയി ബിഗ് ബോസിൽ പങ്കെടുത്തു, ജയിച്ചു. അയാൾക്ക് അതിന്റെ സമ്മാനം കിട്ടി, കാറ് കിട്ടി, പണം കിട്ടി. മാത്രമല്ല ഈ ബിഗ് ബോസ് ഒന്ന് ഒരുപാട് ആരാധകരായല്ലോ. എന്തായാലും ഈ കക്ഷിക്കുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പരസ്യ മോഡലായി ഉദ്ഘാടനത്തിന് 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ കിട്ടും. ഗൾഫിലും അവിടെ ഇവിടെ ഉദ്ഘാടനം, കട ഉദ്ഘാടനമുണ്ട്. കട ഉദ്ഘാടനത്തിന് പുള്ളി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല വരുമാനമായി ഇഷ്ടംപോലെ വാഹനത്തിലായി BMW, Mercedes ഒക്കെ മേടിച്ചു. പിന്നെ പുള്ളി കാണിച്ച ഒരേ ഒരു പുള്ളി നന്നായിട്ട് എനിക്ക് പുള്ളിയോട് സ്നേഹം വരാൻ കാര്യം പിണറായിക്കെതിരെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. അത്ര കേസെടുത്തു. പക്ഷെ പുള്ളി പറയുന്നതൊക്കെ വസ്തുതാപരമായിരുന്നു, ഒരു നല്ല ജേർണലിസ്റ്റ്. പക്ഷെ പുള്ളി കാണിച്ച ഒരേ ഒരു അബദ്ധം ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ താരയെ കഴിയുമ്പോഴത്തേക്കും പുള്ളി കഴുത്തേൽ ഒരു വലിയൊരു 15-20 പവന്റെ ഒരു സ്വർണ്ണമാല, എന്നിട്ട് ഉടുപ്പ് ഇങ്ങനെ ഊരിയിടും, എന്നിട്ട് കയ്യെ സ്വർണ്ണം ഇടും. നമ്മുടെ പഴയ ഈ മറ്റേ ഷെട്ടിമാരുണ്ടല്ലോ, ചെട്ടിയാർമാർ, എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, വലിയ തമിഴന്മാർ വരുന്ന ഈ നമ്മളവിടെ പിരിവിനൊക്കെ വരുന്ന ആളുകൾ നടക്കുന്ന പുള്ളി നടക്കുവായിരുന്നു. അപ്പം പക്ഷെ പുള്ളിക്ക് സതീശനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. ഞാൻ പുള്ളിയെ ഒരിക്കലും ഈ ഇഫ്താർ വിരുന്നിന് പ്രതിപക്ഷത്തിന് ഇഫ്താർ വിരുന്ന് പോയപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത്രയും വലിയ ആഭരണം കൂടെ കഴുത്തൊക്കെ ഞാൻ പറഞ്ഞു മഹാബോറാണ് പുള്ളിയോട് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയായിരുന്നു പുള്ളിയുടെ പേര്. അത് നല്ല തിളങ്ങുന്ന ഉടുപ്പ്, അതെ, ഈ ശരീരം എല്ലാം കാണുന്ന തിളങ്ങുന്ന ഉടുപ്പൊക്കെ, അതായത് നമ്മുടെ ആവേശ സിനിമയിലെ അങ്ങനെ തന്നെ നടക്കുന്ന, അങ്ങനെയായിരുന്നു പുള്ളി നടന്നിരുന്നത്. പക്ഷെ പുള്ളി അത് തിരുത്തിയെന്ന് തോന്നുന്നു. അതെ. അപ്പൊ പുള്ളിയുടെ പ്രതീക്ഷ മുഴുവൻ, എനിക്ക് അടുപ്പമുള്ള ആളെന്നില്ല, പുള്ളിയുടെ പ്രതീക്ഷ മുഴുവൻ പുള്ളി കൊട്ടാരക്കരെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയാവുന്ന, പുള്ളിക്ക് അതിനുള്ള ഗ്രിപ്പ് അവിടെ ഉണ്ടായിരുന്നു. ജയിച്ചേനെ, ഉറപ്പായിട്ട് ജയിച്ചേനെ. പക്ഷെ ഇതിനിടയിലാണ് ഐഷ പോറ്റി കൊണ്ട് വരുന്നത്. ആ പുള്ളിക്ക് മത്സരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്തു, BJP എങ്കിൽ BJP അവിടെ മത്സരിക്കാം എന്ന് കരുതുന്നു. അവിടെ മത്സരിക്കാന്ന് കരുതുമ്പോൾ 2020 കിറ്റക് സാബ് വിളിക്കുന്നു. അപ്പോൾ കിറ്റക് സാബ് പറഞ്ഞു കൊട്ടാരക്കരെ നമുക്ക് ഉറപ്പിക്കാന്ന് പറഞ്ഞു. പുള്ളി ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് രശ്മി കോൺഗ്രസ് വിട്ട് രശ്മി, അപ്പൊ ആ സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പൊ പുള്ളി ചോദിച്ചത് തൃപ്പൂണിത്തറയാണ്. പക്ഷെ തൃപ്പൂണിത്തറ BJP ആദ്യം വിട്ടുകൊടുക്കുന്നില്ലായിരുന്നു, ഒടുവിലാണ് കൊടുക്കുന്നത്. അങ്ങനെ തൃക്കാക്കരെ കൊണ്ടുവച്ചു. തൃപ്പൂണിത്തറ അഞ്ജലിക്ക്. അങ്ങനെ വന്നു, തോറ്റുപോയി ഇലക്ഷന്. പക്ഷെ പുള്ളി മെച്ചപ്പെട്ട വോട്ട് പിടിച്ചു കേട്ടോ അവിടെ. അല്ല, പക്ഷെ അവിടെ BJP കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിനേക്കാൾ വോട്ട് പിടിച്ചു. ആ പുള്ളി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തിട്ട് അത്ര വോട്ട് പിടിച്ചു. ഇത് കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന പ്രശ്നം, പുള്ളിക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി വരുമാനം നിന്ന് പോയി. ഇപ്പൊ വരുമാനമില്ല, പുള്ളി സംഖ്യയായല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കട ഉദ്ഘാടനങ്ങൾക്കൊക്കെ വിളിക്കുന്നതും സെലിബ്രിറ്റീസിനെ വിളിക്കുന്നതും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെ ഇയാൾ നമ്മൾ ഈ തൊപ്പി പോലും ഈ തൊപ്പി എത്രയോ കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട്. തൊപ്പിയെ വിടുന്നുണ്ട്. പണ്ട് ഫുക്രു എന്ന് പറഞ്ഞിരുന്നുണ്ട്, ഇവരെല്ലാം വിളിക്കും. അപ്പം ഈ കടകൾ ഉദ്ഘാടനം നിന്നുപോയി. 5 ലക്ഷം രൂപയുടെ വരുമാനം, പുള്ളിയുടെ വരുമാനം നിലച്ചുപോയി. അപ്പൊ പുള്ളിയുടെ ഈ ആഡംബര ജീവിതം പുള്ളിയുടെ ബെൻസ് വിറ്റു. പുള്ളി സേവ് ചെയ്യാൻ വേണ്ടി അപ്പന് വയ്യ. അപ്പൊ അതുകൊണ്ട് പുള്ളി കൊട്ടാരക്കരയ്ക്ക് പോകണം, എറണാകുളത്തുനിന്ന്. പുള്ളി ഒരു ഇലക്ട്രിക് കാർ വാങ്ങി. പുള്ളി 20 ലക്ഷം രൂപയുടെ ഒരു BMW ബൈക്ക് ഉണ്ടായിരുന്നു, അത് വിറ്റു. അത് വിറ്റിട്ടാണ് തെരഞ്ഞെടുപ്പിന് എന്താണ്. പക്ഷേ ഞാൻ കിറ്റക് സാബിനെ വിളിച്ചു. കിറ്റക് സാബിനെ വിളിച്ചു. പുള്ളി അതിനകത്ത് 3-4 കാര്യമാണ് പറഞ്ഞു. ഒന്ന്, ഞങ്ങൾ 1 രൂപയും കൊടുത്തിട്ടില്ല എന്ന് സത്യമാണ്. എന്തിനാണ് കൊടുക്കുന്നത്?
അവർക്ക് കാർ എടുത്ത് കൊടുത്ത് അവരെ സഹായിക്കാനുള്ള ആളുകളുടെ ചെലവ് എടുത്ത ഞങ്ങളാണ്. അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവരുടെ മുഴുവൻ ചെലവും കൂടെ ഉണ്ടായിരുന്ന ചെലവും അവരുടെ താമസവും അവരുടെ പെട്രോളും എല്ലാം ഞങ്ങളാണ്. പിന്നെ തന്നെ കാശ് കൊടുക്കുന്നത് എന്നാണ് കിറ്റക്സ് പറഞ്ഞത്. 1 രൂപ പോലും അങ്ങോട്ട് കൊടുത്തില്ല, കാശ് കൊടുത്തില്ല. കാശിന് വേണ്ടി അല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. തെരഞ്ഞെടുപ്പ് ചെലവ് ഞങ്ങളാണ് മൊത്തം എടുത്തെന്ന് കിറ്റക്സാവിനോട് പറയുന്നത്. പുള്ളി പക്ഷേ ഇതിന് ശേഷം പുള്ളി വരുമാനം നിരച്ചു. പ്രതിദിന വരുമാനമില്ല, പ്രതിമാസ വരുമാനമില്ല. അതുപോലെ പുള്ളി എന്നോട് പറഞ്ഞു, ഞാനിപ്പം രണ്ടുപേരോട് സംസാരിച്ചു. ഞാനിന്ന് പയ്യനോട് ചോദിച്ചു, നമുക്ക് അവനോട് ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പെട്ടുപോയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യും, കൊട്ടാരക്കര ഞാൻ ജില്ലാ പ്രസിഡന്റ് ആക്കന്നെ, എന്നിട്ട് ഞാൻ അവിടെ 2020 കെട്ടിപ്പടുത്താം. ഇത് പുള്ളി സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിറ്റക്സാവിനോട് നിങ്ങൾക്ക് തന്നെ അയാളെ ജില്ലാ പ്രസിഡന്റ് ആക്കിയ കുഴപ്പം? പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഇല്ല, നിയോജകമണ്ഡലം പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ സംസ്ഥാനം പിന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കുന്നത്. അപ്പൊ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആക്കാം. അത് പുള്ളിക്ക് താല്പര്യമില്ല. നിയോജകമണ്ഡലം പ്രസിഡന്റ് ആവാൻ ജില്ലാ പ്രസിഡന്റ് ആയാൽ ഓക്കെ, ജില്ലാ പ്രസിഡന്റ് ആണെങ്കിൽ അങ്ങനെ താല്പര്യം. അപ്പം ഇതെല്ലാം രണ്ടുപേരും പറയുന്നതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. പുള്ളിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുള്ളി പുറത്തേക്ക് വന്നു. പിന്നെ വേറെ കാര്യം, സന്ദീപ് വാര്യർ BJP വിട്ടതോടുകൂടി പുള്ളിക്ക് MLA ആയില്ലേ. അപ്പോൾ പുള്ളി ഇനിയിപ്പോൾ ഇച്ചിരി ഒരു മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹിന്ദു വിരുദ്ധത പറയാൻ പ്രയാസം. കാരണം പുള്ളി എപ്പോഴും നിലപാട് ഉറച്ചു നിൽക്കുന്ന അല്പ ഹിന്ദു വിരുദ്ധത, അല്പം BJP വിരുദ്ധത സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ കൊണ്ടുപോകും പുള്ളിയെ. കോൺഗ്രസ്സുകാർ ആര് വേണം കൊണ്ടുപോകും. എന്തായാലും ഈ ഒരു കാര്യത്തിൽ 2020 എന്ന് പറയുന്ന പരീക്ഷണം, ഞാനിതിനെ കാണുന്ന അങ്ങനെ 2020 എന്ന പരീക്ഷണത്തോട് വലിയ മതിപ്പുണ്ടായിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഏറ്റില്ല. 2020യുടെ വേദിയിൽ പോയി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ അവരുടെ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം പാളിപ്പോയി. അത് ഒന്നാമത് ഈ ഉള്ള സിനിമാ താരങ്ങളെ മൊത്തം കൊണ്ടുപോകും. അല്ല, അവർ ഈ 2020 എൻ്റെ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ കിറ്റക്സാവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഏത് മുന്നണിയിൽ പോയാലും പോയില്ലെങ്കിലും കുന്നത്താണ് നിങ്ങൾ മത്സരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ 5 കൊല്ലമായി നിലനിർത്തി ഫൈറ്റ് ചെയ്ത് കൂടായിരുന്നോ? അവർക്ക് സ്ഥാനാർത്ഥിയില്ല. നിങ്ങളുടെ നാട്ടിൽ ബാബു ദിവാറിനെ കൊണ്ടുവരും. കുന്നത്ത് നാട്ടിലുള്ള ഒരാളെ കഴിഞ്ഞ 5 വർഷം അവിടെ ഫോക്കസ് ചെയ്യിപ്പിച്ച് മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ. അപ്പോൾ പ്രശ്നം വെച്ചാൽ ഞാൻ കിറ്റക്സാബുവിനോടും 2020യോടുള്ള ഒരു പരിചയത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ഇൻഡിവിജ്വലും സെപ്പറേറ്റ് ആയിട്ട് വളരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കിറ്റക്സാബുവിൻ്റെയും 2020യുടെയും ലേബലിൽ വളർന്നാൽ മതി എന്നുള്ളതാണ് നിലപാട്. അതാണ് പ്രശ്നം. പക്ഷേ ഇന്നത്തെ കാലത്ത് വ്യക്തി ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്താൽ മാത്രമേ ജയിക്കത്തുള്ളൂ. അത് മാത്രമല്ല, അവർ ഈ BJP ചേർന്നവർക്ക് തിരിച്ചടിയായി. അവർ സ്വതന്ത്രമായിട്ട് നിന്നങ്ങ് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒന്നേലും സ്വന്തം നിൽക്കുക. അല്ലെങ്കിൽ ഇവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്നായിരുന്നെങ്കിൽ കിട്ടിപ്പോയത്. കാരണം എന്ന് വെച്ചാൽ അന്ന് BJP ആയിട്ട് ഒരു സഖ്യത്തിലേക്ക് കഴിഞ്ഞാൽ പ്രാദേശികമായ ആളുകളാണുള്ളത്. നേരെ നിയമസഭയിലേക്ക് വന്ന് 19 സീറ്റ് മേടിച്ച് മത്സരിച്ച് ഒരിടത്തും ജയിച്ചില്ല. പലയിടങ്ങളിലും BJP കിട്ടുന്നതിനേക്കാൾ വോട്ട് കുറഞ്ഞുപോയി. അപ്പം ആ 2020 എന്ന ഒരു പാർട്ടിക്കും ആ ഒരു സംവിധാനത്തിൽ വലിയ ക്ഷീണമുണ്ട്. മാത്രമല്ല, അവർ അതിര് കടന്ന് മത്സരിച്ചു. 2020യെ കുറിച്ച് അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ പോയി മത്സരിച്ചു. അവിടെയാണ് വേറൊരു പ്രശ്നം വന്നത്. ഇപ്പോൾ പത്തനംതിട്ട റാന്നിയിൽ ഇവർക്ക് സീറ്റ് ഉണ്ടായിരുന്നു. അതെ, ഒരു പാസ്റ്റൊക്കെ ഉണ്ട്. ഈ 2020 എന്താണെന്ന് അറിയാത്ത സ്ഥലങ്ങളാണ് ഇത്. എന്ന് മാത്രമല്ലേ, ഈ മുന്നണിയിൽ നമ്മൾ മത്സരിക്കണമെങ്കിൽ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ പരിചയം വേണം. ഇപ്പൊ BJPക്കാർ ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ ഏറ്റുമാനൂർ, രണ്ടിടത്തും BJPക്ക് നല്ല വോട്ടുള്ളതാണ്. അവിടേക്ക് പെട്ടെന്ന് ഈ BJPക്കാർ മത്സരിക്കാൻ കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവിടെ വേറൊരു മുന്നണി വരുമ്പോൾ അവിടുത്തെ BJPക്കാർ തന്നെ ഡൗൺ ആവും. അവർ പിന്നെ ഇതിനകത്ത് നോക്കത്തേ ഇല്ല. അല്ലെങ്കിൽ ഈ പാർട്ടി നേരത്തെ മുതൽ മുന്നണിയുടെ ഭാഗമാണ്, അവർക്ക് അവിടെ സ്വാധീനമുണ്ട്. ഇപ്പം ഇയാൾ എന്നോട് പറഞ്ഞത്, ആരാരെന്നോട് പറഞ്ഞത്, 2 പേരെ അവിടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നു പറഞ്ഞത് പാർട്ടിക്കാരെ. സാബു പോലും തിരിഞ്ഞു നോക്കിയതെന്നാണ് പറയുന്നത്. അവിടെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും എങ്ങനെ ജയിക്കാൻ പറ്റും? അവിടെയാണ് സംഭവിച്ചത്. എന്തായാലും അയാളുടെ രാഷ്ട്രീയ ഭാവി, അയാളുടെ രാഷ്ട്രീയം അത് ശരിയാക്കി എടുക്കും. പക്ഷേ 2020യുടെയും കിറ്റക്സാബുവിൻ്റെയും രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് പെട്ടെന്ന് തീരുക. ശരിക്കും പറഞ്ഞാൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെ, മൊത്തം പോയി. ഇവർ കാണിച്ച ഏറ്റവും മണ്ണത്തരം. ഇവർ ആ BJPക്ക് ഒപ്പം ചേരുന്നതിന് മുമ്പ് അവരതിൻ്റെ ഒരു ജനഹിതം അറിഞ്ഞു വേണം അത് ചെയ്യാൻ. കാരണം ഞങ്ങൾ അവിടെ പോയതാണല്ലോ, സർവേ എടുക്കാൻ പോയത്. ഈ കുന്നത്താട് മണ്ഡലം മുഴുവൻ ഞങ്ങൾ പോയി. അവർക്കൊക്കെ അവിടുത്തെ ജനങ്ങളെല്ലാം എതിർക്കാൻ കാരണം എന്താണ്? ഇവർ കോൺഗ്രസിൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ കുഴപ്പം വരത്തില്ല. ഇവർ BJPയുടെ കൂടെ പോയതുകൊണ്ടാണ് ആ കുഴപ്പമുണ്ടായത്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം ഇത്രേ ഉള്ളൂ, BJPയോട് കൂടെ ഇപ്പോൾ തെറ്റൊന്നും, പക്ഷേ BJPയെ കൺവിൻസ് ചെയ്യിപ്പിക്കണം പെട്ടെന്ന് വരാതെ. അതൊരു സഹകരിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായിരിക്കണമായിരുന്നു. അത് എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജോയിൻ ചെയ്തിട്ട്
അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ചർച്ചകൾ നടത്തി അങ്ങനെ പ്രവർത്തിച്ച് വന്നായിരുന്നേ പ്രവർത്തകർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടാണ് ജോസ് കെ മാണി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണല്ലോ UDF വിട്ട് അവിടേക്ക് പോകുന്നത്. പോയിട്ട് അവർ ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നിന്ന് നേരിട്ടതിന് ശേഷമാണ് അവർ നേരെ അങ്ങനെ ചെയ്യാവൂ. അതുകൊണ്ടാണ് അവർക്ക് അന്ന് നേട്ടം ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതുണ്ടായിരിക്കുന്ന വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ 2020 നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് അല്ലേ. അത് ഒറ്റ ഉദിച്ചു വന്നതിനെ പോലെ പെട്ടെന്ന് ഇത് മങ്ങാൻ പോവാണ്. അത് പക്ഷേ സാബുവിന് നഷ്ടമില്ലെന്ന ഇയാൾ പറയുന്നത്. ഇയാൾ പറയുന്ന സാബുവിന് ഈ പറയുന്ന എല്ലാ ഇടപാടുകൾക്കും ഡീലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ ഒക്കെയാണ് പറയുന്നത്. പക്ഷേ സാബു കയ്യിൽ നിന്ന് കാശ് മുടക്കി രാഷ്ട്രീയം കളിക്കുന്നതെന്ന് ഓർക്കണം. അതെ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ കാണിച്ചതെന്ന് അറിയില്ല. എന്തായാലും അഖിൽ മാരാരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശ്വാസം മുട്ടലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. അവിടുന്ന് പുറത്തേക്ക് ചാടി. ഇനിയിപ്പോൾ അഖിൽ മാരാർ പുതിയ വഴി തിരഞ്ഞെടുക്കുമായിരിക്കും. അത് ഇപ്പം എന്താ സന്ദീപ് വാര്യർ പോയതുപോലെ എത്തുമായിരിക്കും. ഇതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിന്നും നിത്യ ശത്രുക്കളും മിത്രങ്ങളും ഒന്നും ഇല്ലല്ലോ. എന്തായാലും അഖിൽ മാരാർക്ക് എല്ലാവിധ ആശംസകളും. പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തട്ടെ, വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.